ബീസ്റ്റ് അല്ല, അവൻ ഇവിടെ എവിടെയും കാണുന്നില്ലാടേ. നീ ടെൻഷൻ ആവില്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. ഇനിയും അവൻ വന്നിട്ടുണ്ടാവില്ലേ? അതിനും ചാൻസ് ഉണ്ട്. അവൻ നിന്റെ കാലനാവോടി. ഒന്ന് പോടി, പേടിപ്പിക്കാതെ. ആ കാലന് ലീവാക്കാൻ കണ്ട സമയം. ഇനിയിപ്പ എന്താ ചെയ്യാ? ഓയ് ആർദ്ര, എന്റെ പേരെങ്ങനെ അറിയാം? താനല്ലേ ഇന്നലെ അശ്വിനെ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പേര് കൊടുത്തേ? അതെ. അങ്ങനെ അറിയാം. ഓ, അപ്പൊ ചേട്ടൻ അശ്വൻ ചേട്ടന്റെ ഫ്രണ്ടല്ലേ? ആണല്ലോ. എന്നിട്ട് അശ്വനേട്ടൻ എവിടെ? കാണാനേ ഇല്ലല്ലോ. നിങ്ങളിപ്പോ അവനെയാണോ കാലെന്ന് പറഞ്ഞ്? എന്തായാലും അത് അവന് കറക്റ്റ് മാച്ചാ. അവനെ ആരെങ്കിലും പറ്റിച്ച പിന്നെ ആ പറ്റിച്ചവരുടെ കാലനായിരിക്കും അവൻ. ഓ അതെല്ലേ. എന്താ, താനെന്തെങ്കിലും അവനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? എന്ത്, ഞാനോ? എന്റെ ഈ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ചേട്ടന്? ഏയ്, ഒട്ടും തോന്നുന്നില്ല, വെറുതെ ചോദിച്ചതല്ലേ. പിന്നെ അശ്വിൻ അവൻ ഇന്ന് വന്നിട്ടില്ല. അവന് ബാസ്കറ്റ് ബോൾ മാച്ച് ഉണ്ട്. ഓ, അപ്പൊ ആ ചേട്ടനൊരു സകല കലാവല്ലഭനാണല്ലേ? അതെ അതെ. അയ്യോ, ചോദിക്കാൻ മറന്നുപോയി. ഏട്ടന്റെ പേരെന്താ? എന്റെ പേര് ജീവ. ജീവച്ചേട്ടൻ? അയ്യേ, കൊള്ളില്ല. ജീവേട്ടൻ, അത് മതി, അത് കൊള്ളാം. അയ്യോ എന്റെ പൊന്നാർദ്ര, അങ്ങനെയൊന്നും വിളിച്ചേക്കല്ലേ, കേട്ടിട്ട് എനിക്ക് എന്നെ സഹിക്കുന്നില്ല. പിന്നെന്താ വിളിക്കാം? ഏട്ടാന്നൊന്നും വിളിക്കണ്ട, നിങ്ങൾ എന്നെ ജീവാന്ന് വിളിച്ചാ മതി. ഈ കുട്ടി എന്താന്ന് സംസാരിക്കാത്ത? ഓ, ആർദ്ര ഒരു നോൺ സ്റ്റോപ്പ് ടോക്കിംഗ് ഗേൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവളോട് സംസാരിച്ചതുകൊണ്ടാ തന്നോട് ഒന്നും ചോദിക്കാൻ പറ്റാതിരുന്നത്. തന്റെ പേരെന്താ? ഓ, നൈസ് നെയിം. പിന്നെ സ്റ്റെല്ല, താൻ സിംഗിൾ ആണോ? ജീവമോനെ, അങ്ങോട്ട് ലൈൻ വിളി വേണ്ട. മനസ്സിലായല്ലേ? അവളെന്റെ ഏട്ടത്തിയാവാൻ പോകുന്ന പെണ്ണ. ഓ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടല്ലേ, അത് ഞാൻ അറിഞ്ഞില്ല. ഉണ്ടല്ലോ. 3 വർഷമായി ഏട്ടനും അവളും തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട്. ഓ, ഐ സി. അല്ല, ആർദ്രക്ക് ലവറൊന്നുമില്ലേ? അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ നീ എന്നെ ആർദ്ര എന്ന് വെച്ച് കഷ്ടപ്പെടണ്ട, ആമീന്ന് വിളിച്ചോ. ഓക്കെ ആമി. ബൈ ദ ബൈ, ആമി നന്നായിട്ട് പിക്ചർ വരയ്ക്കുന്ന കേട്ടല്ലോ. എൻ്റെ ഒരു പിക്ചർ വരച്ചു തരുമോ? ആ അശ്വിനോട് പറഞ്ഞിട്ടാണെങ്കിൽ അവന് ഭയങ്കര ചാടം. അവൻ പിക്ചർ വരച്ച് തരണമെങ്കിൽ ഇനി മുതൽ എൻ്റെ അസൈൻമെൻ്റ് എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് ചെയർമാനാണെന്ന് എഴുതി ഇങ്ങനെ അഹങ്കരിക്കാൻ പാടുണ്ടോ? ഒരു പഠിപ്പി ഫ്രണ്ടായിട്ടുണ്ടാകുമ്പോൾ നമ്മളെന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അത് അവർക്കൊരു സങ്കടാവില്ലേ? ആമി, താനൊന്നും പറഞ്ഞില്ല പിക്ചർ വരച്ചു തരുന്നതിനെ പറ്റി. അതെന്താ അങ്ങനെ? ആമി നന്നായിട്ട് വരയ്ക്കുന്നതാണല്ലോ ഞാൻ കേട്ടത്. വേറെ ആരാ? നിങ്ങളുടെ കാലൻ. അത് പിന്നെ ജീവ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, അതിനെന്താ, പറഞ്ഞോളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി എങ്ങനെ ഇരുന്ന് രക്ഷപ്പെടാൻ പോന്നെ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ കയ്യില്? എന്ത് പ്ലാൻ? എനിക്കൊന്നും കിട്ടുന്നില്ല. അശ്വിൻ ചേട്ടൻ ലിസ്റ്റ് തയ്യാറാക്കിയോ പാർട്ടിസിപ്പേറ്റിന്റെ? അത് ശരിക്കും നാളെ രാവിലത്തേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. ഇന്ന് ഈവനിങ് ഇരുന്ന് ചെയ്യാമെന്ന് അവൻ പറഞ്ഞ്. പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല. ഇന്നലെ നൈറ്റ് തന്നെ ലിസ്റ്റെല്ലാം തയ്യാറാക്കി ഫ്രണ്ട്സിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതൊന്നും പറ്റത്തില്ല. എനിക്ക് ആകെ അറിയുന്നത് ഒരു വീട്, 3 മല, ഒരു സൂര്യൻ, ഒരു തെങ്ങ്, കുറച്ച് കാക്ക. ഇത് വരക്കാനോ? അത് വെച്ചിട്ട് എങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷന് നിൽക്കാം? ബെസ്റ്റ്. എന്തായാലും അവനെ പിണക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ചെയർമാനായതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അവൻ്റെ തലയിൽ കിടന്ന് നിന്ന് തുള്ളുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ട്രൂത്ത് ഓർ ഡെയർ ഒക്കെ കളിച്ച് അവനെ കളിപ്പിച്ചു എന്ന് അറിഞ്ഞാൽ ചിലപ്പം സീനാവാൻ ചാൻസ് ഉണ്ട്. ചേട്ടൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് രക്ഷിച്ചു തരണം. ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ എന്നാ ശരി, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ. ഹായ് ഗായ്സ്. ഹായ്. ആദ്ര സ്റ്റെല്ല അല്ലേ? അതെ. എങ്ങനെ അറിയാം? എന്നെ അറിയില്ല അല്ലേ? ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ ന്യൂ സ്റ്റുഡൻറ്റാ. ഐ എം ഫിലിക്സ്. ന്യൂ സ്റ്റുഡന്റോ? എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ടല്ലേ കയറി വന്നേ? അതിനു മുൻപേ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാ പിന്നെ നിങ്ങൾ എന്നെ കാണാതിരുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വരാൻ വിചാരിച്ചതാ, പിന്നെ ടൈം കിട്ടിയില്ല. ഓ, ഇന്നലെ ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ എൻ്റെ പേര് ആദ്ര എന്നല്ല, ആർദ്ര എന്നാണ്. ഓക്കെ. ക്ലാസ്സിലെ ഫ്രണ്ട്സ് ഒക്കെ ആയാ? ഫ്രണ്ട്സ് എന്ന് പറയാൻ അങ്ങനെ ഫ്രണ്ടായിട്ട് ഇല്ല. ക്ലാസ്സിലെല്ലാവരെയും പരിചയപ്പെട്ടു. ഓ, ചിലർക്ക് മിങ്കിളായി വരാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാനും കൂടെ നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തോട്ടെ?
പിന്നെന്താ, ഞങ്ങൾക്ക് എന്ത് വിരോധം? നീ ജോയിൻ ചെയ്തോടാ. നിങ്ങൾ രണ്ടുപേരാണോ ഫ്രണ്ട്സ്? വേറെ ആരുമില്ലേ? അല്ല, ഒരാളും കൂടിയുണ്ട്. എന്താണ് ഞാനില്ലാതെ ഇവിടെ ഒരു ഗൂഢാലോചന? ആഹാ, വന്നല്ലോ. എന്താ ടൈമിങ്? ആരാ ഈ പുതുമുഖം? ഹായ് ബ്രോ, ഞാൻ ഫെലിക്സ്. ബ്രോന്റെ പേരെന്താ? ഹായ്, ഞാൻ ആദം. ഇവൻ ന്യൂ സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് ഇയർ ആണോ? അല്ലടാ, നമ്മുടെ ക്ലാസ്സിലാ. ഇനി മുതൽ നമ്മുടെ ടീമിലും. നമ്മളുടെ ടീമിലോ? ആഹാ, അത് പൊളിച്ച്. ഈ രണ്ട് ഗേൾസിന്റെ ഇടയിൽ ഞാൻ പെട്ടിരിക്കലായിരുന്നു. ഇനി എന്തായാലും ബ്രോ ഉണ്ടല്ലോ, നമുക്ക് പൊളിക്കാം. പിന്നല്ല. ഓയ്, നീയോ? നീ എന്താ ഇവിടെ? അതെന്താ മോളെ, എനിക്കിങ്ങോട്ട് വന്നൂടെ? എന്നെ കൊണ്ടുപോകാൻ വന്നതാണോ? അയിന് നീ ഏതാ? സ്റ്റെല്ല, താനിങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓഹോ, അല്ലെങ്കിൽ എന്നെ ഇവിടെ ആർക്കും വേണ്ടല്ലോ. ക്ലാസ്സിൽ പൊടി. ഡി, ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ വേഗം വരാം. സ്റ്റെല്ല, എന്താ? എന്താ തന്റെ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? ഒന്നുമില്ലല്ലോ. കള്ളം പറയാൻ നീ ശ്രമിക്കണ്ട സ്റ്റെല്ല, അതിന് നിന്നെ കൊണ്ട് കഴിയില്ല. എന്താ പ്രശ്നം എന്ന് വെച്ചാ അത് പറ. അത് കാണേട്ടാ. എങ്ങോട്ട് പോയി? ആര്? സ്റ്റെല്ല എവിടെ പോയിന്ന്? ഓ, അവളോ? അവളെ എന്റെ ഏട്ടൻ വിളിച്ചോണ്ട് പോയി. ആര്? ആകാശേട്ടനോ? ഒന്ന് പോടാ. ആകാശേട്ടനല്ല, ആദർശേട്ടൻ. ഓഹോ, കണ്ണേട്ടൻ. ആ, കണ്ണേട്ടൻ തന്നെ. ഗായ്സ്, നിങ്ങൾ ആരെ പറ്റി പറയുന്നേ? അതൊക്കെ ആരാ? ആകാശേട്ടൻ ഇവളുടെ 1ാമത്തെ ഏട്ടൻ, ആദർശ് 2ാമത്തെ ഏട്ടൻ. ഈ ആദർശേട്ടനെയാണ് ഞങ്ങളിപ്പോ കണ്ണേട്ടൻ എന്ന് പറഞ്ഞത്. ഓ അങ്ങനെ, ഇപ്പൊ മനസ്സിലായി. 2 ഏട്ടന്മാർക്ക് ഒരു അനിയത്തി. ആഹാ, പൊളി. പിന്നെ ഭയങ്കര അടിപൊളിയല്ലേ? ആകാശേട്ടൻ ചെറുപ്പത്തിൽ അടിപൊളിയായിരുന്നു. ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ മെച്ചൂർഡ് ആയതിനു ശേഷം മര്യാദയ്ക്കൊന്നും സംസാരിക്കുക പോലുമില്ല. ജസ്റ്റ് ഫോർമൽ ടോക്കിംഗ്. പക്ഷെ കണ്ണേട്ടൻ അങ്ങനെയല്ല. ഇവളെക്കാളും കുട്ടിക്കളിയാ കണ്ണേട്ടന്. ആകാശേട്ടന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ഏട്ടന്റെ. ഇവര് രണ്ടുപേരും എപ്പോഴും അടിയാ. ഒരു സാധനം ആ വീട്ടിലെ ഇവര് രണ്ടുപേരും ബാക്കി വെക്കൂല. ഞാനും സ്റ്റെല്ലയും കൂടി ഒരു ദിവസം കമ്പൈൻ സ്റ്റഡിക്ക് ഇവളുടെ വീട്ടിലേക്ക് പോയതാ, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഇവള് പ്രേതത്തിനെ പോലെ മുടിയെല്ലാം മുമ്പിലേക്ക് ഇട്ടിട്ട് ഇരിക്കുന്നു. ആദർശേട്ടനാണെങ്കിൽ കസേരേന്റെ കാലം പിടിച്ചോണ്ടിരിക്കുന്നു. കർത്താവേ, ആ കസേര വെച്ച് ഇവളെ അടിക്കാനാണോ? ഇവളുടെ അത്ര ക്രൂരത കണ്ണേട്ടനില്ലടാ. രണ്ടും കൂടെ അടി കഴിഞ്ഞാ കസേര മറച്ചിട്ട് അതിന്റെ കാല് പൊട്ടിയിട്ട് അതും പിടിച്ചോണ്ടിരുന്നതാ. ആഹാ, അത് പൊളിച്ച്. സ്റ്റെല്ല വന്നല്ലോ. അവൻ പോയോടി? ഇല്ല, ഏട്ടൻ എന്താ ആവശ്യത്തിന് പ്രിൻസിനെ കാണാൻ വന്നതാ. ഹലോ ഗൈസ്, ഞാൻ പിന്നെയും വന്നു. എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അശ്വനില്ലാത്തോണ്ട് അവിടെ നിന്നിട്ടൊരു രസമില്ല, അതുകൊണ്ട് ഞാനിങ്ങ് വന്നു. അല്ല, ഇവരൊക്കെ ആരാ? ഞങ്ങളുടെ ടീമിലെ ബാക്കി 2 മെമ്പേഴ്സാ, ഫെലിക്സ്, ആദമും. ഓ, അപ്പൊ നിങ്ങൾ 2 പേരല്ല അല്ലേ? ഇല്ലല്ല, ഞങ്ങൾ 4 പേരാ. ഞാൻ പറയാൻ വന്ന കാര്യം വിട്ടുപോയി. ഇന്നെനി ക്ലാസ് ഉണ്ടാവില്ല, സ്ട്രൈക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ പോവാം. ശരിക്കും? ആ, പ്രിൻസി പറഞ്ഞതാ. ആമി, ഞാൻ പോവാ. ഇനി എന്തായാലും നിനക്ക് ക്ലാസ്സിലല്ലോ, നീ വരുന്നുണ്ടോ? ആ ഏട്ടാ, ഞാനും വരുന്നു. സ്റ്റെല്ല വാ, നമുക്ക് പോവാം. ഗൈസ്, അപ്പൊ നാളെ കാണാം. ഞങ്ങൾ പോവാണേ. പിന്നെ ജീവ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ, നിന്നിലാണ് എന്റെ പ്രതീക്ഷ. നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ എല്ലാം സെറ്റാക്കാം. അവളെവിടെയാടാ? ഫോണിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്ത് സംസാരിച്ചോണ്ടിരിക്കില്ല. ആ റൂമിന്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്നില്ല അവളുടെ അലപ്പ് കാരണം. എന്നെ കുറിച്ച് കുറ്റം പറയലായിരുന്നല്ലേ? ഇല്ലാത്തതൊന്നല്ലല്ലോ, നീ ചെയ്തു തന്നെയല്ലേ പറഞ്ഞേ. എടാ ഏട്ടൻ തെണ്ടി, എനിക്കെന്താന്നറിയില്ല, ഇന്ന് നിന്നോട് അടിയുണ്ടാക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പോവാ. ബൈ ബൈ. മോളെ, നീ ഫുഡ് കഴിക്കുന്നില്ലേ? ഫുഡ് ഞാൻ കുറച്ചു നേരം മുമ്പ് കഴിച്ചമ്മ. ഞാൻ കിടക്കാൻ പോവാ. എന്തായടാ, എങ്ങനെയുണ്ടായിരുന്നു മാച്ച്? ഈസി ആയിട്ട് ജയിക്കേണ്ട കളിയായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? ഇവിടെ ചിലരുടെ ഓവർ ഷോ കാരണം എല്ലാം കയ്യിന്ന് പോയി. ഷോയോ? നീ ആരെ പറ്റി പറയുന്നത്? ഡാ ജീവ, അവിടെ ഉണ്ടായിരുന്ന ഗേൾസ് അവരുടെ കോളേജിനെതിരാ നമ്മൾ കളിക്കുന്നെന്നുള്ള ബോധം പോലും ഇല്ലാതെ അശ്വിനി വായി നോക്കിയിരുന്ന് അവനെ തന്നെ ചിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന് മാത്രമല്ല, ഞങ്ങൾക്കും കളിക്കാൻ അറിയാന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അതെ, മര്യാദയ്ക്ക് സ്കോർ ചെയ്തുകൊണ്ടിരുന്ന അശ്വിനെയും തള്ളിയിട്ട് ആ ബോളും തട്ടിത്തെറിപ്പിച്ച് സ്വന്തം ടീമിനെ തന്നെ തോൽപ്പിച്ചപ്പോൾ അവന് സമാധാനമായി. ഒന്ന് പോടാ, ഏതൊരാൾക്കും ഒരു അബദ്ധമൊക്കെ പറ്റും. അബദ്ധം പറ്റാത്ത മനുഷ്യന്മാരുണ്ടോ? അത് ശരിയായിരിക്കും, പക്ഷെ നീ ചെയ്യുന്നത് മുഴുവൻ അബദ്ധവും പൊട്ടത്തരമല്ലേ? മതിയടാ, അത് വിട്ടേക്ക്. അശ്വിൻടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഡാ ജീവ, എന്ത് തന്നെയായാലും ഇപ്പൊ പറ്റില്ലടാ. എനിക്ക് ഒട്ടും ടൈമില്ല. നിനക്കറിയാലോ ഇന്ന് എന്തെല്ലാം കോമ്പറ്റീഷൻസ് നടക്കാൻ പോകുന്നതെന്ന്. ഇതെല്ലാം നോക്കി നടത്താൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. അതൊക്കെ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. നീ പോകുന്നത് വരെ അതിന്റെ കാര്യം അഗി നോക്കിക്കോളും. ആ ബെസ്റ്റ്. അവൻ കോളാക്കി കൈ തരാതിരുന്നാൽ മതിയായിരുന്നു. ഡാ, ഡ്രോയിങ് കോമ്പറ്റീഷന്റെ പാർട്ടിസിപ്പേറ്റിന്റെ ലിസ്റ്റ് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കുന്നതല്ല നീ. അതിന്റെ തലേന്ന് രാത്രി തന്നെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? അതെന്തിനാണെന്ന് നിനക്കറിയില്ലേ ജീവ? ഡാ, ആമിക്കൊരു അബദ്ധം പറ്റിപ്പോയതാടാ, നീ അത് വിട്ടേക്ക്. ആമിയോ? ഏതാമി? അതാരാ? അല്ല, ആർദ്ര. അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു. ഓഹോ, നിങ്ങളപ്പോഴേക്കും കമ്പനി ആയോ? അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഡാ, അവക്കൊരു അബദ്ധം പറ്റിയതാ, നീ അത് വിട്ടേക്കടാ. അബദ്ധോ? എന്താ അബദ്ധം? അത് പിന്നെ ഡാ, ഓഹോ അങ്ങനെ. അവക്ക് കളിപ്പിക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാരണം ടെൻഷൻ അടിച്ച് നടക്കാൻ ഞാൻ. ആ പ്രിൻസിക്കാണെങ്കിൽ മാസത്തിലൊരു കോമ്പറ്റീഷൻസ് വെക്കണം. അതിലാണെങ്കിൽ 10ൽ കുറയാതെ പാർട്ടിസിപ്പേറ്റ്സ് വേണം. ഇതിന് മാത്രം പാർട്ടിസിപ്പേറ്റ്സ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാനാ? അയാളുടെ വിചാരം ഞാൻ കുപ്പിയിൽ നിന്ന് ഭൂതാണെന്നാ. അതിനിടയിൽ അവളുടെ ട്രൂത്തോടെ. അവളത് അറിയാതെ ചെയ്തല്ലേടാ, നിനക്കത് വിട്ടൂടെ? ഇല്ലടാ, ഞാനിതങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവളെ കൊണ്ട് ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിരിക്കും. അവൾക്ക് പകരം നീ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോരെ? എന്നാലും 10 ആളാവില്ലേ? എന്നാലും 10 പേരാവും. പക്ഷെ അത് വേണ്ട, അവള് തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്തായി എല്ലാം സെറ്റാക്കിയോ? മോളെ, നീ പെട്ട്. എന്തൊക്കെ പറഞ്ഞിട്ട് അവ സമ്മതിക്കുന്നില്ല. അതെന്താ? നിന്നെ കൊണ്ട് എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുള്ള വാശിയിലവൻ. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഒരേടെയുണ്ട്, നീ തന്നെ പോയി അവനോടൊന്ന് സംസാരിക്ക്. ചിലപ്പോ കേക്കുമായിരിക്കും. എന്ത് ഞാനോ? അത് വേണോ? അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, ഞാൻ പോവാ. എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. ഓ, നീ വന്നാ? എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. ഇനി ഇവിടെ നിൽക്കണ്ടാലോ? ഏയ്, ഇനി നിൽക്കണമെന്നില്ല. നിനക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിന്നോ. നീ ഇവിടെ നിന്നിങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയല്ലേ? ഞാനും കൂടി നിൽക്കാം നിനക്കൊരു സഹായത്തിന്. സഹായിക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടല്ല. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നല്ല എനിക്കറിയാം. ദയവേത് ഇവിടെ വരുന്ന ഗേൾസിനെ നിന്റെ കോഴിത്തരം കാണിച്ച് ഓടിച്ചു വിടാൻ നിൽക്കരുത്. എന്താടാ, ഞാൻ അങ്ങനെ ചെയ്യൂ? അശ്വിനേട്ടാ, ആഹാ, വന്നല്ലോ ആമി. അശ്വിനേട്ടാ, എനിക്ക് കോമ്പറ്റീഷനിൽ നിൽക്കാൻ താല്പര്യമില്ല. എന്റെ പേര് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി തരുമോ പ്ലീസ്? വെരി സോറി മോളെ ആർദ്ര, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഏട്ടാ എന്താ ഏട്ടാ, ഒന്ന് ഒഴിവാക്കിത്താ. നല്ല അശ്വിനേട്ടനല്ലേ, പ്ലീസ്. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനൊക്കെ ആകുമെന്ന്. പ്ലീസ് ചേട്ടാ, ഞാനൊരു പാവല്ലേ. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്കോ ഏട്ടനോ ഒരു പ്രയോജനവും ഇല്ല. പിന്നെ എന്തിനാ ഏട്ടാ വെറുതെ കുറച്ച് പേപ്പറും കളറും കളയുന്നേ? ആ പേപ്പറും കളറും വെച്ച് ഏട്ടൻ നാളെ അടിപൊളിപ്പിച്ചിട്ട് വരച്ചൂടെ? മോളെ ആമി, അല്ല ആർദ്ര, നീ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ പേര് ലിസ്റ്റിലിട്ടത് ഞാനാണെങ്കിൽ അതിൽ നിന്ന് നിന്റെ പേര് ഒഴിവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കും. എന്തൊരു ദുഷ്ടനാടാ നീ. നിന്നോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതി. ചെയർമാനാന്ന് കരുതി ഇങ്ങനെ അഹങ്കരിക്കാൻ പാടില്ല. ഞാൻ പോവാ. ഡാ, നീ എന്തിനാ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചേ? അത് തൽക്കാലം നീ അറിയണ്ട. ആമി, എന്തായി? അവൻ സമ്മതിച്ചോ? നീ പറ, എന്തായി? ഏട്ടൻ എന്താ പറഞ്ഞ? അയ്യോ, ഇനി എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാൻ? നമുക്ക് 3 പേർക്ക് ഇവിടുന്ന് മുങ്ങാം. മുങ്ങാനോ? അത് ശരിയാവോ? അതൊക്കെ ശരിയാവും. നീ ഇങ്ങ് വന്നേ. ഡാ അശ്വിൻ, ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇപ്പൊ തുടങ്ങും. ആടാ, നീ എല്ലാവരും വന്നോ നോക്ക്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. നിന്നോട് നേരത്തെ സംസാരിച്ച ആ കൊച്ചിനെ കാണുന്നില്ല. നീ ഇവിടെയൊക്കെ ഒന്ന് നോക്ക്. ഓക്കേടാ. അവളിത് എങ്ങോട്ടാ പോയെ? ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അശ്വിൻ ഇനി നോക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അവളെ എവിടെയും കാണുന്നില്ല. ജീവയോ? അവനെ കണ്ടായിരുന്നോ? ഇല്ലടാ, അവനെയും എവിടെയും കാണുന്നില്ല. അവര് മുങ്ങിയെന്ന് തോന്നുന്നു. തോന്നാനൊന്നുമില്ല, അത് ഉറപ്പല്ലേ. എന്തായാലും ഈ കോളേജ് വിട്ട് പോകുന്നില്ലല്ലോ. നാളെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? അപ്പം നോക്കാം.